അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ശശി തരൂർ. എന്നിട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് തുടരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താകും തരൂർ ഉന്നം വയ്ക്കുന്നത്? എൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അത് സത്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിലോ ഇന്ത്യ മഹാരാജ്യത്ത് ലംഘനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ വിഷയം ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ വിഷയമാണ് പറഞ്ഞത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞതെങ്കിൽ, കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് കോൺഗ്രസിനെതിരായി പ്രവർത്തിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ബഹുമാനായിട്ടുള്ള ശ്രീ സജി തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. നോക്കൂ, ശശി തരൂർ പറഞ്ഞ വിഷയം എന്താണ്? 21 മാസത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ഉണ്ടായി. അത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ കറുത്ത ദിനങ്ങളാണ്. എന്താ തെറ്റുള്ളത്? യാഥാർത്ഥ്യമല്ലേ? അത് ശശി തരൂരല്ല, എല്ലാവരും പറയേണ്ട കാര്യമാണ്. എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയും സഞ്ജയും കൂടി ഇവിടെ നടത്തിയ അഭ്യാസങ്ങൾ? എന്താണ്? നമ്മുടെ ഭർത്താക്കന്മാരെ പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചിരുന്ന അമ്മമാരുണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. അത് അവരെ ബലമായി പിടിച്ച് വന്ധീകരിക്കുന്നൊരു സ്വഭാവം, ആ വൃത്തികെട്ടവൻ ചെയ്തിരുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനായിരുന്നു ആ അവസ്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയത്? അതിനെ കൃത്യമായി എതിർക്കണ്ടേ? പത്രസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രാസംഗികരൊക്കെ ഒന്ന് പറയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്രസ്വാതന്ത്ര്യത്തെ ഹനിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മാസങ്ങളോളം ഇവിടെ ഈ പ്രവൃത്തി നടത്തിയത്? മൗലികാവകാശങ്ങളെ ലംഘിച്ചത്, സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ വേണ്ട എന്ന് വെച്ചത്? ഇന്ന് സംവിധാൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ഒരുത്തൻ നെഞ്ചത്തും വെച്ച് നടക്കുന്നില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ? ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കാതെ, ആ ഭരണഘടനയെ പുച്ഛിച്ച്, ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് ആ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ശൈലിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മോശകരമായി പ്രവർത്തിച്ച കോൺഗ്രസിന്റെ ചരിത്രമാണ്. ആ ചരിത്രം നടത്തിയിട്ടുള്ള വ്യക്തി ആണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തികളുടെ പൂർവികർ ചെയ്ത പ്രവൃത്തിയാണ്. ഡയറക്റ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ ശശി തരൂരിനോട് ഇവർക്കുള്ള കുശുമ്പും ഇവർക്കുള്ള വൈരാഗ്യവും എന്താണ്? അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, ബി.ജെ.പിയുടെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അതൊരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. ശശി തരൂർ ഇവർക്ക് കണ്ണിലെ കരടാകുന്നത് എപ്പോഴാണ്? ശശി തരൂർ AICC അധ്യക്ഷനാകുന്നതിന് വേണ്ടി നോമിനേഷൻ കൊടുക്കുന്നത് മുതലാണ് ശശി തരൂർ ഇവരെ കണ്ണിൽ കരടാകുന്നത്. അതുക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നിരവധി ആളുകൾ എതിർത്ത വിഷയത്തിൽ അതിൽ ശശി തരൂർ അംഗമായിരുന്നു. സ്വാഭാവികമായിട്ട് ശശി തരൂർ എടുത്ത ആ തീരുമാനങ്ങൾ മുതൽ അവിടുന്ന് AICC അധ്യക്ഷനാവാൻ എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ, ഗാന്ധിയുടെ ആയിട്ട് ഒരു ബന്ധമൊന്നുമില്ല, പക്ഷെ ഇവരുടെ പേരിൻ്റെ വാല് വെച്ച് ഞാൻ പറയുകയാണ്, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബ സ്വത്തായിട്ട് വാഴ്ന്നു പോകുന്ന ഇവർക്ക് സ്വറപാടുന്നവർക്ക് വേണ്ടി മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും MP സ്ഥാനവും വെച്ച് നീട്ടിക്കൊടുക്കുന്നിടത്ത് ഒരു വ്യക്തി മറ്റൊരു ശൈലിയിൽ വന്ന് ഇവരോട് മത്സരിക്കാൻ തയ്യാറായപ്പോൾ ഇവരുടെ അപ്രമാദിത്യം അത് പ്രിയങ്ക വരെയുള്ള ആളുകൾ കാണിച്ചു, രാഹുൽ കാണിച്ചു, സോണിയ കാണിച്ചു. ഇതൊക്കെ മുമ്പും ഇതിലുണ്ടായിരുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഈ അഭ്യാസങ്ങൾ ഇവിടെ നടത്തിപ്പോന്നിരുന്നു. ആ പോന്നിരുന്നിടത്താണ് ശശി തരൂരിന് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എപ്പോഴും പറയുന്നത് എന്താണ്? ഈ പാർട്ടിയിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായം പറയാം. ആ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിൽ വിലക്കുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന അച്ചടക്കത്തിൻ്റെ വടിവാളോങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ല. ഈ അഭിപ്രായം പറയുന്നവരെ ഞങ്ങൾ മാനിക്കുന്നു, ഇതിനകത്ത് ജനാധിപത്യമുണ്ട്. ഇതൊക്കെ പറയുന്നവരെന്നല്ലേ, ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഇവരുടെ നേതാക്കന്മാർ നാളുകൾക്ക് മുൻപും മാസങ്ങൾക്ക് മുൻപും വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ പാടി നടന്നതാണ്. ആ പാടി നടന്ന നേതാക്കന്മാർക്ക് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന അവരുടെ MP, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന അവരുടെ MP കോൺഗ്രസ് ചെയ്തൊരു പ്രവൃത്തി ശരിയായിരുന്നില്ല എന്നും അത് സമൂഹത്തിന് ദോഷമായിരുന്നുവെന്നും ഈ രാജ്യത്തിന്റെ കറുത്ത ഏടാണ് എന്നും ഇരുണ്ട ചരിത്രത്തിലേക്ക് നാടിനെ എന്തിനു നയിച്ചുവെന്നും അത് അത് കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അത് ചെയ്യരുതായിരുന്നുവെന്നും അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ മാനിക്കാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട്? അപ്പൊ ആ അഭിപ്രായം പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാണ്. ആസ് എൻ MP
അദ്ദേഹം ഒരു വിഷയം പറയുന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പൊതുസമൂഹത്തിൽ കൃത്യമായുള്ള അഭിപ്രായമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി ജനങ്ങൾ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്നു. ബഹുമാനായ ശ്രീ റെജി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് 4 കൊല്ലമായിട്ട് ചെയ്ത വോട്ടർമാരുടെ കണക്ക്. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ വോട്ടർമാരുടെ 100 ഇരട്ടി ആളുകൾ ശശി തരൂർ ഇന്ന് പറഞ്ഞ ഈ അഭിപ്രായത്തിനെ ശരിവെക്കുന്നവരുണ്ട്. അപ്പൊ ആ അഭിപ്രായത്തെ അങ്ങ് എന്താണ് മാനിക്കാത്തത്? ഭാരതത്തിനകത്ത് ജനിച്ചു വളർന്ന നിരവധി ആളുകൾ ഭാരതത്തിനോട് കാണിച്ച കോൺഗ്രസിന്റെ നീതികേട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഭാരതത്തെ സ്നേഹിച്ചിട്ടുള്ളത്? എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഭാരതത്തിനോട് കൂറുണ്ടായിട്ടുള്ളത്? എന്നാണ് കോൺഗ്രസ് പാർട്ടി അവനവന്റെ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് വിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല? നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ ഈ നാടിനെ ഏറ്റവും കൂടുതൽ പുറകോട്ട് വഹിച്ചവരാണ്. ഈ നാടിന് വികസനത്തിന് കട്ടവെച്ചവരാണ്. ഈ നാട്ടിൽ വർഷങ്ങളോളം ഭരിച്ചിട്ട് വളർന്നു വരുന്ന യുവതലമുറയെ പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട വ്യക്തിയാണ്. ഈ പോയ 11 വർഷവും അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ച വർഷങ്ങളും നിങ്ങളൊന്ന് തുലനം ചെയ്യേ. നമുക്ക് ഡിബേറ്റ് വെക്കാം 1.5 മണിക്കൂർ നേരം. കോൺഗ്രസിന്റെ ചരിത്രപരമായിട്ടുള്ള ഓരോ പ്രവർത്തികളും, കോൺഗ്രസിന്റെ ഭരണപരമായിട്ടുള്ള ഓരോ പ്രവർത്തികളും, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാരും ശ്രീ ബഹുമാനായ നരേന്ദ്രമോദി അവരുടെ നേതൃത്വത്തിൽ വന്ന സർക്കാരും നിങ്ങളുടെ കോൺഗ്രസ് സർക്കാരും ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ആ കമ്മിറ്റ് നമുക്ക് തുലനം ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് ഈ 11 വർഷക്കാലവും AB വാജ്പേയിജി ഉണ്ടായിരുന്ന കാലഘട്ടവും നിങ്ങളുടെ സർക്കാരുകൾ ഉണ്ടായിരുന്ന കാലഘട്ടവും മൻമോഹൻ സിംഗ് സർക്കാർ വന്ന കാലഘട്ടവും ആ സമയത്ത് ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥയും ഭാരതത്തിന്റെ മറ്റു വളർച്ചകളും ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിന്റെ സ്ഥാനവും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു MP എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വിദേശ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്ത വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ക്ലിയർ കട്ടായിട്ട് പറയുന്ന സമയത്ത് അത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഇന്നും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പ്രവർത്തന ശൈലികളെ അംഗീകരിച്ചും അത് നടപ്പിലാക്കണമെന്നും മനസ്സിൽ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾ ഇതിനെ ന്യായീകരിക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശശി തരൂർ പറഞ്ഞ അഭിപ്രായം ഇവിടുത്തെ വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടർമാർ, ഇന്ത്യയിലെ വോട്ടർമാർ, ഇന്ത്യൻ പൗരന്മാർ അംഗീകരിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആയിട്ട് ശശി തരൂർ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞാലും, ഉല്ലാസ് ബാബു എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞാലും, കൃഷ്ണരാജു പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട വിഷയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പരിപൂർണമായി ഭാരതത്തിന്റെ ഏറ്റവും വലിയ മോശകരമായ ദിവസങ്ങൾ സമ്മാനിച്ചതാണ്. അവിടെ ഇന്ദിരാഗാന്ധിയും സഞ്ജയും കൂടി നടത്തിയിട്ടുള്ള ക്രൂരതകൾ, മൗലികാവകാശ ലംഘനങ്ങൾ, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, അടിസ്ഥാന വർഗരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ നടത്തിയ അക്രമങ്ങൾ, സാഡിസ്റ്റ് ആയിരുന്നില്ല ഇയാൾ? സാഡിസം ആയിരുന്നില്ല അവർ നടപ്പിലാക്കിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താണ് അവർ ഭാരതത്തിനകത്ത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് അവർ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിച്ചത്? അധികാര